أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്രമങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു പവിത്രമാക്കിയ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന സംസാരങ്ങളും എഴുത്തുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഗൗരവം ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയം. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നത്, എന്താണോ റസൂൽ ഹദീസിലൂടെ പറഞ്ഞു തന്നത്, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, അതോടുകൂടി ആ ദീനിനെ അള്ളാഹു പൂർത്തീകരിച്ചു തന്നു. ഇനി നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം അതിലേക്ക് ആഡ് ചെയ്യാനോ അതിൽ നിന്ന് കുറക്കാനോ നമുക്ക് അവകാശമില്ല. ഓരോ മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില നോമ്പുകൾക്കുമൊക്കെ ഒരിക്കലും റസൂല് പഠിപ്പിക്കാത്ത പ്രത്യേകതകളും പ്രാധാന്യങ്ങളും ഒക്കെ പഠിപ്പിക്കുകയും അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പറയാണ്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 ആണ്. ഫീ
കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അത് അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു മിൻഹാ അർബഅത്തുൻ ഹുറും. നാല് മാസങ്ങളെ മനുഷ്യരെ നിങ്ങൾക്ക് ഞാൻ പവിത്രമാക്കിയിട്ടുണ്ട്. ഏതാണ്? മുഹറം, റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ. ഈ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് പറയുന്നുണ്ട് ഫലാ തദ്ലമു ഫീഹിന്ന അൻഫുസകും. അതിൽ നിങ്ങൾക്ക് യുദ്ധം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ സ്വന്തത്തോട് ഒരിക്കലും നിങ്ങൾ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. ഫജഅലഹുന്ന ഹറാമൻ വഅല്ലമ ഹുറുമാതിഹിന്ന. ആ 4 മാസങ്ങളുടെ പവിത്രതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വജഅല ദംബ ഫീഹിന്ന അഅളം. ആ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. എന്നാലോ വൽ അമലു സ്വാലിഹു വൽ അജ്റ അഅളം. അതിലുള്ള നന്മകൾക്ക് ഒരുപാട് മഹത്വമുണ്ട്. നോക്കൂ, മറ്റു മാസങ്ങളെ പോലെ അള്ളാഹു പവിത്രമാക്കി എന്ന ഒരു പ്രത്യേകതയല്ലാതെ റജബിന് മറ്റൊരു പ്രത്യേകത ഹബീബ് കൽപ്പിച്ചിട്ടില്ല. അതിനെതിരെ വന്ന ഹദീസുകളെല്ലാം ദുർബലമാണ്. ഇനി പവിത്ര മാസങ്ങളുടെ പ്രത്യേകതയായി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ നമ്മൾ ഇബാദത്തുകൾ, സൽക്രമങ്ങൾ ചെയ്താൽ മറ്റു മാസങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല, ഒരുപാട് പ്രതിഫലം കിട്ടും. മറ്റു മാസങ്ങളെ പോലെയുള്ള നമസ്കാരമല്ല, മറ്റു മാസങ്ങളിലുള്ള സ്വതഖയെ പോലെയല്ല. ഈ മാസങ്ങളിൽ നമ്മൾ അമല് ചെയ്താൽ അതിന് കൂടുതൽ പ്രതിഫലം അല്ലാഹു നൽകും. തിന്മ അതുപോലെ തന്നെയാണ്. ഒരാൾ എന്തെങ്കിലും തിന്മ ഈ പവിത്രമായ മാസങ്ങളിൽ ചെയ്താൽ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന പോലെയല്ല. അതിന്റെ ഗൗരവം, അതിന്റെ ശിക്ഷ അവന് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു പ്രത്യേകതയ്ക്ക് പുറമെ റജബിനെ പല രൂപത്തിൽ വിശദീകരിക്കുന്ന, പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, ലം യരിദ് ഫീ ഫദ്ലിഹി വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ. റജബിന് പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതയോ അതിൽ പ്രത്യേകം നോമ്പ് നോൽക്കുന്നതോ അതിൽ പ്രത്യേക ദിവസങ്ങളെ തിരഞ്ഞെടുത്ത് നോമ്പ് നോൽക്കുന്നത് ഒരിക്കലും നമുക്ക് തെളിവുദ്ധരിക്കാൻ പാടില്ല. ആ രൂപത്തിലുള്ള വാദങ്ങളെ ശരിപ്പെടുത്തുന്ന ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. ലം യരിദ് ഫീ ഫദ്ലിഹി, അത്തരത്തിലുള്ള അതിന്റെ പ്രത്യേകത പറയുന്ന ഹദീസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ റജബിന് ഒരുപാട് പ്രത്യേകത കൊടുക്കുന്നുണ്ട്, ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ മാസം മുഴുവനായി നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്, ചില ദിവസത്തെ പിടിച്ച് നോമ്പ് നോൽക്കുന്നവരുണ്ട്. അദ്ദേഹം തന്നെ പറയാണ്, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീ ഹദീസുൻ സ്വഹീഉൻ യസ്ലുഹു ലിൽ ഹുജ്ജ. അതിന്റെ ഏതെങ്കിലും പ്രത്യേക രാത്രി നമസ്കാരം നിർവഹിക്കുന്നതുമായി സൂചിപ്പിച്ചുകൊണ്ട് തെളിവ് ധരിക്കാൻ പറ്റുന്ന ഒരു ഹദീസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിലുള്ള പ്രത്യേക നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നതിനോ ആ മാസത്തിലുള്ള പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കുന്നതിനോ ഒരു രൂപത്തിലുള്ള തെളിവുകളുമില്ല. നമുക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രവാചകൻ നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. റമദാനിലെ 30 ദിവസം നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പുണ്ട്. അതിനുശേഷം അയ്യാമുത്ത് തശ്രീഖ് ഓരോ അറബി മാസത്തിലെ 13, 14, 15 തീയതികളിലെ നോമ്പുണ്ട്. അറഫ നോമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണിപ്പറഞ്ഞ പ്രവാചകൻ പഠിപ്പിച്ച കർമ്മങ്ങൾ ഉണ്ടായിരിക്കെ എന്തിന് പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു നോമ്പിനെ പറ്റി പ്രവാചകൻ പറഞ്ഞിട്ടില്ല റജബിനെ കുറിച്ച്.
നോക്കൂ, റജബ് മാസത്തിന് മറ്റു മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകതയും ശ്രേഷ്ഠതയും കൽപ്പിക്കുന്നതിനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഫഇന്നമാ ഹുവ ശഹ്റുൻ കാനത് തുഅള്ളിമുഹു അൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലഘട്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന ഒരു സമുദായമായിരുന്നു, കാലഘട്ടമാണ് അസ്റുൽ ജാഹിലിയ്യ. മദ്യത്തിലും അതുപോലെ തന്നെ വ്യഭിചാരത്തിലും കൊലപാതകങ്ങളിലും ശിർക്കിലും കുഫറിലും അന്ധവിശ്വാസങ്ങളിലും ആണ്ടുപോയ ജസീറത്തുൽ അറബിന്റെ തീരത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന സമുദായത്തിന്റെ പ്രത്യേകതയാണ്. നുബുവത്തിന് ശേഷം കിതാബുൻ അൻസൽനാഹു ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ അകപ്പെട്ടു പോയ ആ സമൂഹത്തെ പ്രകാശത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിക്കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിനെ കൊണ്ടാണ്. അങ്ങനത്തെ ഒരു സമുദായം, അതാണ് ജാഹിലിയ്യ കാലഘട്ടം, അറിവില്ലാത്ത അന്ധതയുടെ അവിവേകികളുടെ കാലഘട്ടം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഇന്നഹു ശഹ്റുൻ കാനത് തുഅള്ളിമുഹു അൽ ജാഹിലിയ്യ. അവര് മഹത്വം കൽപ്പിച്ചൊരു മാസമാണ് റജബ് എന്ന് പറയുന്നത്. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം നമ്മൾ നോക്കുക. ഖർശദ് ഇബ്നു ഹുർ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു ഉമറ യദ്രിബു അഖഫുൽ മുതറജ്ജിബീൻ. ഞാൻ ഉമറിനെ കണ്ടു. ഖർശദ് പറയാണ്, അഖഫുൽ മുതറജ്ജീന ഹത്താ യദഉഹാ ഫിത്ത്ആം കുലു ഫഇന്നമാ ഹുവ ശഅറുൻ കാനത് തുഅള്ളിമുൽ ജാഹിലിയ്യ. റജബിൽ പ്രത്യേകം നോമ്പെടുക്കുന്നവരുടെ കൈക്ക് ഉമർ റളിയല്ലാഹു അൻഹു അടിക്കുകയും എന്നിട്ട് അതിനെ ഭക്ഷണത്തിലേക്ക് കുത്തുകയും നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് പറയുകയും ഉമർ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞത്, ഇത് ജാഹിലിയ്യത്തിലെ ആളുകൾ ആദരിച്ചിരുന്ന മാസമാണ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ റജബിനെ പ്രത്യേകമായി വൽക്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നവരുടെ കൈക്ക് ഉമർ അടിക്കും. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ചില ആളുകള് റജബ് മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്, പ്രത്യേക ദിവസം എടുത്ത് നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് ആ നോമ്പ് മുറിപ്പിക്കുക, കൈക്കടിച്ച് ഭക്ഷണത്തിലേക്ക് കൈ കുത്തിപ്പിക്കുക. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിൽ നമുക്ക് കാണാൻ പറ്റൂല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ചില നമസ്കാരങ്ങൾ ഈ കൂട്ടര് നമസ്കരിക്കുന്നുണ്ട്. സ്വലാത്തുൽ മഅറൂഫ ബിസ്വലാത്തിർ റഗായിബ്, ആഗ്രഹ സഫലീകരണം എന്നാണ് നമസ്കാരത്തിന്റെ പേര്. നമുക്ക് ദുനിയാവിലെ എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമസ്കരിച്ചാൽ 12 റക്അത്ത് നമസ്കാരമാണ്. തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത്തി അവ്വലു ജുമഅത്തിൻ ഫീ റജബ്. റജബിൽ ആദ്യ ജുമഅയുടെ രാത്രി മഗ്രിബിനും ഇശാഇനും ഇടയിൽ ഈ നമസ്കാരം നിർവഹിച്ചാൽ തന്റെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമെന്ന വിശ്വാസമാണ്. അതുപോലെ തന്നെ വസ്വലാത്തു ലൈലത്തുൻ നിസ്ഫി ശഅബാന 100 റക്അ, ബറാഅത്ത് രാവ് ശഅബാനിന്റെ പകുതിയിൽ 100 റക്അത്ത് നമസ്കരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇമാം നബവി പറയുന്നുണ്ട് ഷഹറുൽ മുഹദ്ദബിൽ, വഹാതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറാൻ. ഈ രണ്ട് നമസ്കാരങ്ങളും തള്ളപ്പെടേണ്ടതാണ്, നിഷേധിക്കപ്പെടേണ്ടതാണ്, ബിദ്അത്താണ്. ഞാനിപ്പോ ഈ നോമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ നമസ്കാരത്തെ കുറിച്ചും പറയാൻ കാരണം എന്നറിയോ? ഇതൊക്കെ നല്ല കർമ്മങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ കൂട്ടര് ചെയ്യുന്നത്. പക്ഷേ അതിന് എന്താണ് നമുക്ക് ബുർഹാനുള്ളത്? എന്താണ് നമുക്ക് ദലീലുള്ളത്? എന്താണ് തെളിവുള്ളത്? ഒരിക്കലും ഒരു തെളിവ് നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഗൗരവം ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ ബിദ്അത്തും അത് വഴികേടാണ്, എല്ലാ വഴികേടും ചെന്നെത്തിക്കുന്നത് നരകത്തിലേക്കാണ്. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും.
ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പറയുന്നത് സ്വഹാബത്താണ്, എന്റെ നൂറ്റാണ്ടാണ്. അതിനുശേഷം വന്ന താബിഈകളും പിന്നെ തബഉ താബിഈകളും ഈ 300 വർഷത്തിന്റെ 3 നൂറ്റാണ്ടിനിടക്ക് പരിചയമില്ലാത്ത, പഠിപ്പിക്കപ്പെടാത്ത ഒരു ഇബാദത്തും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് പ്രവാചകൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചതാണ്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ മേൽ മനഃപൂർവ്വം ഒരാൾ കളവ് കെട്ടിച്ചമച്ചു, ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ മേൽ ഒരാൾ പറഞ്ഞു, ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ, അവൻ നരകത്തിൽ ഒരു സീറ്റ് തയ്യാറാക്കി വെക്കട്ടെ. ആരെ കുറിച്ചാ പറഞ്ഞത്? എത്രയോ നോമ്പുകൾ സുന്നത്തും ഫർളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫർള് നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ ഇതൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും ഇത്തരം വിദഅത്തിന് മുന്നിലുണ്ടാവുക. അത് ചെയ്യാൻ കൂടുതൽ അവര് താല്പര്യം പ്രകടിപ്പിക്കുക. എത്രയോ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇന്ന് ചെയ്യാൻ ആളുകൾക്ക് സമയമില്ല. എന്നിട്ട് ഇത്തരത്തിലുള്ള ബിദ്അത്ത് അവർ ചെയ്യാം. മാത്രല്ല, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസനതൻ ഫഖദ് സഹമ അന്ന മുഹമ്മദൻ ഖാനൽ റിസാല. ഒരാൾ ഒരു ബിദ്അത്ത് ഉണ്ടാക്കി ഇസ്ലാമിൽ അതിനെ നന്മയായി കൊണ്ട് കണ്ടു, അവന് വാദിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. അള്ളാന്റെ ഹബീബ് റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് അദ്ദേഹം വാദിക്കുന്നത്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം സഹോദരങ്ങളെ നമുക്ക് ചെയ്യാൻ അവകാശമില്ല എന്നതാണ് സാരം, ആകെ ചുരുക്കം എന്ന് പറയുന്നത്. അത് ഈ റജബിൽ മാത്രമല്ല, ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. റബീഉൽ അവ്വൽ വരുമ്പോ, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോ, മറ്റുള്ള ബിദ്അത്തിന്റെ സമയങ്ങളിലൊക്കെ നമ്മൾ ഇത് സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ റജബിനെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ആ മാസം ഉംറ നിർവഹിക്കും. റജബ് പുണ്യമാണ്, ഉംറയ്ക്ക് ഇത്ര പ്രതിഫലമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹ്രി റജബിൻ ഖത്തു, അല്ലാഹുവിന്റെ ഹബീബ് റജബിൽ ഉംറ നിർവഹിച്ചിട്ടില്ല. ഒരു കാര്യം അത് പഠിപ്പിക്കേണ്ടത് റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ അവകാശമുള്ളൂ. പ്രവാചകൻ റജബിൽ ഉംറയെ നിർവഹിച്ചിട്ടില്ല. പിന്നെ എന്തിനു നമ്മൾ നിർവഹിക്കണം? റജബിൽ ഉംറ നിർവഹിക്കണ്ട എന്നല്ല, ആ ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം കൂടെ പറയാം വിഷയത്തിൽ, എന്താണെന്നറിയോ? ഇത്തരത്തിൽ നമ്മൾ ബിദ്അത്ത് ചെയ്താൽ ആ ബിദ്അത്ത് കൊണ്ടെത്തിക്കുന്നത് വഴികേടിലേക്കാണ്, നരകത്തിലേക്കാണ്. അത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് വരെ നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലൂടെ റബ്ബ് പറഞ്ഞില്ലേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ വിഭാഗത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ആരാണവർ? അല്ലദീന വല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ. ശരിക്കും ശ്രദ്ധിക്കണം, ദുനിയാവിലെ ജീവിതത്തിൽ തങ്ങളുടെ പ്രയത്നം പിഴച്ചു പോയവരെത്രയവർ. നല്ല പണിയെടുത്തിട്ടുണ്ട്, നല്ല ഇബാദത്ത് ചെയ്തിട്ടുണ്ട് ദുനിയാവിൽ. അവർ വിചാരിച്ചത് എന്താണെന്നറിയോ? ഈ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്, അത് അവർ എതിർക്കുന്നത്. എന്താപ്പോ ബറാഅത്ത് നോമ്പ് അനുഷ്ഠിച്ചാല്, എന്താപ്പോ സലാത്തുർ റഗായിബ് നമസ്കരിച്ചാല്, എന്താ റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യമാണെങ്കിൽ നല്ല കാര്യങ്ങളല്ലേ, നല്ല നമസ്കാരല്ലേ, നല്ല നോമ്പല്ലേ? ഖുർആൻ പറയണം അവരെ കുറിച്ച്, അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. അവരെ പറ്റി പറയുന്നുണ്ട്, ആയത്തിന്റെ ബാക്കിൽ പറയുന്നുണ്ട്, ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം ദാലിക ജസാഉഹും ജഹന്നം, അവർക്കുള്ള പ്രതിഫലം നരകമാണ്. അതാ നേരത്തെ പറഞ്ഞത്, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അപ്പോൾ ഇത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മുക്തമാകുന്നവോ അവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് കിട്ടിയ ആളുകൾ എന്ന് പറയുന്നത്. ഇത്തരം കുഫറിൽ നിന്നും ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവന് പരലോകത്ത് സ്വർഗമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പുത്തനാചാരങ്ങളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അത്തരം വിഭാഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു പവിത്രമാക്കിയ റജബ് മാസത്തില് സാധാരണ കണ്ടുവരുന്ന ബിദ്അത്തുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഈ ഒരു മാസത്തിൽ മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ് യാത്ര എന്ന് പറയുന്നത്. അത് റജബ് 27-നാണെന്ന് വാദിക്കുന്ന ആളുകൾ, ആ ദിവസം നോമ്പ് നോൽക്കുന്ന ആളുകൾ, ഇത് റജബിലാണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ആ യാത്ര നടന്നത് റജബിലാണോ എന്ന് പോലും തർക്ക വിഷയത്തിലാണ്. പിന്നെ എങ്ങനെയാണ് മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കുക? നോക്കൂ, നമ്മളൊക്കെ വിശ്വസിക്കേണ്ട, മനസ്സിലാക്കേണ്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ യാത്രകളാണ്. സുബ്ഹാനല്ലദി, അല്ലാഹു എത്രയോ പരിശുദ്ധൻ. അസ്റാ ബിഅബ്ദിഹി, അടിമയെ കൊണ്ട് സഞ്ചരിപ്പിച്ചു. ലൈലൻ, ഒരു രാത്രിയിൽ. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറമിൽ നിന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രയാണം. എന്നിട്ട് പറഞ്ഞു മസ്ജിദുൽ അഖ്സയെ കുറിച്ച്, അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗം ഞാൻ അനുഗ്രഹിച്ചു. ആ ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ് ഫലവൃക്ഷങ്ങളെ കൊണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള നാടാണ്, അള്ളാഹു അനുഗ്രഹിച്ച നാട്. എന്തിനാണെന്നറിയോ? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ റസൂലിന് കാണിച്ചു കൊടുക്കാൻ. ഇത് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞെങ്കിൽ ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്രയെ ഇസ്രാ എന്നും, അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ 7 ആകാശങ്ങളടക്കമുള്ള അദൃശ്യ ലോകങ്ങൾ താണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിധി വരെയുള്ള യാത്രക്ക് മിഅ്റാജ് എന്നുമാ പറയാം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തഫ്സീറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നെഞ്ച് മലക്ക് പിളർത്തിയ ഒരു സംഭവം ഉണ്ടായി. 4-ാമത്തെ വയസ്സിൽ പ്രവാചകൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷഖ്ഖുസ് സദ്ർ, പ്രവാചകന്റെ നെഞ്ചു പിളർത്തിയ സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ യാത്രക്ക് മുന്നേ, ഇസ്രാ എന്ന് പറയുന്ന യാത്രക്ക് മുന്നേ, മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രക്ക് മുന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് കീറി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർണത്തിന്റെ തളികയിൽ ഈമാനും ഹിക്മത്തും വിജ്ഞാനവും ഒക്കെ നിറച്ചുകൊണ്ട് പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് പൂർവസ്ഥിതിയിലേക്ക് പ്രവാചകനെ കൊണ്ടുവന്നു. അതെന്താണെന്നറിയോ? ശാരീരികമായി മാനസികമായി ഒരു യാത്രക്ക് തയ്യാറെടുപ്പിന്റെ ഒരു മുന്നൊരുക്കമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇതൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ വിശ്വസിക്കണം, അത് സ്വീകരിക്കണം. പക്ഷെ ചില അഖലാനികളുണ്ട്, വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും പറഞ്ഞ കാര്യങ്ങൾ തന്റെ ബുദ്ധിക്ക് യോജിച്ചതല്ല എങ്കിൽ അത് തള്ളുന്നവർ. അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ല. ഈ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞു വന്ന് ചില മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വരെ ഈ യാത്രയുടെ സംഭവങ്ങൾ കേട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെളുത്ത ഒരു ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ, കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ തൂവെള്ള നിറമുള്ള ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ജിബ്രീൽ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവാ. നമ്മൾ വിശ്വസിക്കണം, ഖുർആൻ പറഞ്ഞതാ, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. എന്നിട്ട് പ്രവാചകന് പ്രത്യേകമായ ഒരു അത്ഭുതം ഒരു പ്രവാചകൻ കൊടുത്തിട്ടില്ല. മുൻ പ്രവാചകന്മാരുടെ കൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പാത്രം വീഞ്ഞും പാലും കൊണ്ടുവന്നു. പ്രവാചകൻ പാല് സ്വീകരിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആ യാത്രയിൽ നടന്നിട്ടുണ്ട്. ആ യാത്രക്ക് ഇസ്രാ എന്ന് പേരിട്ടു. അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മിഅ്റാജ് യാത്ര പോവാം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോണി കയറുന്നതിനൊക്കെ പറയും മിഅ്റാജ്.
പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്, ഓരോ തട്ടുകളായിക്കൊണ്ടുള്ള യാത്രയായിരുന്നു. ആ യാത്രയിൽ ഓരോ ആകാശത്തിലും ഓരോ പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം, ഈസ, യഹ്യ അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടു. രാത്രി കൊണ്ട് അത്രയും ദൂരം അള്ളാഹുവിന്റെ പ്രവാചകൻ സഞ്ചരിച്ച പ്രഭാത സമയത്ത് അവിടെ മക്കത്തെത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രാഉം മിഅ്റാജും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വന്നിട്ടുണ്ട്. ആ യാത്രയിൽ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷത്തെ പ്രവാചകനെ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ പറഞ്ഞു, വലിയ മൺഭരണികൾ പോലെയുള്ള പഴങ്ങളും അതുപോലെ തന്നെ ആനയുടെ ചെവിയുടെ രൂപത്തിലുള്ള ഇലകളുമെല്ലാം ഉള്ള അത്ഭുതകരമായ സിദ്റത്തുൽ മുൻതഹ. ഖുർആൻ പറഞ്ഞില്ലേ, ഇൻദ സിദ്റത്തുൽ മുൻതഹ. ആ മരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കഅബാലയത്തിന് നേരെ മുകളിലുള്ള ബൈത്തുൽ മഅമൂറിൽ 70,000 മലക്കുകൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് പ്രവാചകൻ കണ്ടു. അല്ലാഹുവിന്റെ കൽപ്പനകൾ മലക്കുകൾ എഴുതി വെക്കുന്നതിന്റെ പേനകളുടെ ശബ്ദം ഞാൻ കേട്ടു. റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗ്ഗവും നരകവും കണ്ടു. അതുപോലെ തന്നെ 50 വക്ത് നമസ്കാരം എന്റെ ഉമ്മത്തിനാക്കിയപ്പോ അത് പ്രയാസമാണെന്ന് പറഞ്ഞ് 5 വക്തിലേക്ക് ചുരുക്കിയത് ആ യാത്രയിൽ വെച്ച. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദിവസം പ്രഭാത സമയത്ത് വിശദീകരിച്ചു കൊടുത്തപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തുകൾ വിശ്വസിച്ചു. കുറെ ആളുകൾ തള്ളിക്കളഞ്ഞു, ഇത് കളവ് പറയാം. പക്ഷെ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം എന്നറിയോ? ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൃത്യമായി വഹയിലൂടെ പറഞ്ഞു കൊടുത്തതാണെങ്കിൽ, ആ ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായി ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണെന്ന് തന്നെ വിശ്വസിക്കണം. എന്നാൽ ചില സ്വപ്നങ്ങളും പ്രവാചകന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ചില ശിക്ഷകളൊക്കെ സ്വപ്നത്തിലൂടെ. പക്ഷെ ഇത് സ്വപ്നമല്ല, ഇത് സ്വപ്നമാണെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏത് ടെക്നോളജിക്കാണ് അത്രയും ദൂരം ഇസ്രാ യാത്രയാണെങ്കിലും മിഅ്റാജ് യാത്രയാണെങ്കിലും ആ ഒരു രാത്രി കൊണ്ട് പോയി വരാൻ സാധ്യമാകുക? അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കഴിവ് നിങ്ങൾ നോക്കൂ. റസൂലിനെ ആ യാത്രകൾ ചെയ്യിപ്പിച്ചു. അത് മനുഷ്യനെ യാത്ര ചെയ്യുന്നത്. ശാരീരികമായും മാനസികമായും ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ സജ്ജനാക്കി ഒരുപാട് കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ സംഭവം നടന്നത് റജബ് 27-ന്. നമ്മൾ ഈ മാസം വരാൻ പോകുന്ന ഒരു ദിവസം റജബ് 27. ആ ദിവസമാണെന്ന് പറഞ്ഞ ആ ദിവസത്തിൽ റജബ് 27-ന് മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ അയൽവാസികളായി, കുടുംബക്കാരായി, കൂട്ടുകാരായി എത്രയോ ആളുകൾ. പക്ഷെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല, അതിന്റെ ഫضل പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. അത് ചെയ്താൽ നേരത്തെ പറഞ്ഞ കാര്യം ബിദ്അത്തുകാരന് കിട്ടുന്ന അതിന്റെ ഗൗരവം, അതിന്റെ ശിക്ഷകൾ. ഹൗദുൽ കൗസറിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് പാനീയം വരെ തടയപ്പെട്ട ആളുകളാവര്. അവരുടെ വാസസ്ഥലം ജഹന്നമായിരിക്കും, നാറായിരിക്കും, ലളയായിരിക്കും, സഖറായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്താണോ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അത് മാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിന് പുറമെ എന്ത് കാര്യങ്ങൾ ഒരാൾ ഇത് ഇബാദത്താണെന്ന് പറഞ്ഞു കൊണ്ടുവന്നാലും അത് നമ്മൾ പരിശോധിച്ച് അത് റസൂലിനും അള്ളാഹുവിനും ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ അത് തള്ളുക. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അത്തരം മുഅ്മിനീങ്ങളിൽ, സാലിഹീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, ബിദ്അത്തിൽ നിന്നും, കുഫറിൽ നിന്നും, ശിർക്കിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്ത് ലഭിക്കാത്ത ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തെ അല്ലാഹു എല്ലാവിധ ശിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, ബിദ്അത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത, രഹസ്യവും പരസ്യവുമായി ചെയ്ത തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد. آمين آمين برحمتك يا أرحم الراحمين.